കാട്ടാനശല്യം തടയാൻ വനാതിർത്തിയിൽ സ്വന്തമായി കിടങ്ങ് നിർമ്മിച്ച ആദിവാസി കർഷകൻ. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി സ്വദേശി കെ.സി. നാരായണനാണ് കാട്ടാനയെ പ്രതിരോധിക്കാൻ വനാതിർത്തിയോട് ചേർന്ന് സ്വന്തം കൃഷിയിടത്തിൽ 200 മീറ്ററോളം ദൂരത്തിൽ കിടങ്ങ് നിർമ്മിച്ചത്. ഇടുക്കി ഉപ്പുതറ കണ്ണമ്പടി നാരായണന്റെ കൃഷിയിടത്തിന് ഇരുവശവും വനംവകുപ്പ് നേരത്തെ ട്രെഞ്ച് നിർമ്മിച്ചിരുന്നു. എന്നാൽ കൃഷിയിടത്തിലെ തോടിന്റെ നീരൊഴുക്ക് തടയാതിരിക്കാൻ ഈ ഭാഗം വനംവകുപ്പ് ഒഴിവാക്കുകയും ഇവിടെ സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചു നൽകുകയും ചെയ്തു. സംരക്ഷണമില്ലാതെ വൈദ്യുതി വേലി ഉപയോഗശൂന്യമായി. തുടർന്ന് നാരായണൻ മുള്ളുകമ്പി ഉപയോഗിച്ച് വേലി കെട്ടിയെങ്കിലും ഇത് തകർത്ത് ആനക്കൂട്ടം സ്ഥലത്ത് കയറി വ്യാപകമായി കൃഷി നശിപ്പിക്കാൻ തുടങ്ങി. 10 വർഷം പഴക്കമുള്ള തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷിയാണ് നശിപ്പിച്ചത്. വെള്ളാപ്പാറ കുളമാവ് വനമേഖലയിൽ നിന്നും സീതക്കയം, ആനപ്പള്ളം, കൊന്നക്കുഴി, ചക്കക്കോലം, കെട്ടുചിറ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയുള്ള പ്രധാന ആനത്താരയാണിത്. കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് സ്വന്തം ചെലവിൽ പ്രതിരോധം തീർക്കാൻ നാരായണൻ തീരുമാനിച്ചത്. 2 ആഴ്ച മുമ്പ് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ട്രെഞ്ച് നിർമ്മിച്ചു. ഈ തോടിന്റെ ഭാഗത്തൂടെയാണ് ആന ഈ പറമ്പിലോട്ട് കയറുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം മുള്ളുകമ്പി മേടിച്ച് സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യിച്ചു. രണ്ടാമത് അത് പഴയതായപ്പോൾ അതിന് മുകളിൽ കമ്പ് വീഴുകയൊക്കെ ചെയ്തപ്പോഴത്തേന് അതിന് മുകളിൽ കൂടെ കയറി ഈ കൊല്ലമാണ് ശല്യം. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഈ കിടങ്ങ് അവരോടൊക്കെ ചോദിച്ചിട്ട് അത്രയും ഭാഗം റേഞ്ച് മറിച്ചിട്ട് ആ കമ്പി ബാക്കി കിട്ടിയിരിക്കുക. അതിൽ പിന്നെ ഇന്ന് വരെ കയറിയിട്ടില്ല. ഇനിയത്തത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. വനംവകുപ്പിന്റെ അനുമതിയോടെ തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം വരാതെയാണ് ട്രെഞ്ച് നിർമ്മിച്ച് തന്റെയും മക്കളുടെയും കൈവശമുള്ള 8.5 ഏക്കർ കൃഷിഭൂമി നാരായണൻ സംരക്ഷിച്ചത്. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും പ്രമുഖ ആദിവാസി വനസംരക്ഷണ പ്രവർത്തകനുമാണ് കെ.സി. നാരായണൻ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.